മണിപ്പൂരിൽ കലാപത്തെ തുടർന്ന് വീട് നഷ്ടമായവരുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. എപ്പോഴും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. വിനിത വിജയ ഡൽഹിയിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. വിനിത, ഒരു വലിയ കലാപം, രക്തച്ചൊരിച്ചിൽ, കൂട്ടക്കൊലകളൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചെങ്കിൽ ഇപ്പോഴും ആ ഫ്രിക്ഷൻ അവിടെ നിലനിൽക്കുകയാണല്ലോ. അതിന് രാഷ്ട്രപതിയുടെ അടക്കം സന്ദർശനം ആ ഫ്രിക്ഷനൊക്കെ ഒഴിവാക്കാൻ ഒരു കാരണമാകും എന്ന് കരുതാവോ, പ്രതീക്ഷിക്കാവോ വിനിത? തീർച്ചയായും ഹാഷ്മി, അത്തരത്തിലേക്കുള്ള ചില ആഹ്വാനങ്ങൾ തന്നെയാണ് രാഷ്ട്രപതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഒരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് രാഷ്ട്രപതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രപതിയായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം കൂടിയാണിത്. ഒപ്പം തന്നെ ഈ കലാപങ്ങൾക്ക് ശേഷമുള്ള 2023 ഈ കലാപങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. ഈ കലാപങ്ങൾക്ക് ശേഷമുള്ള ആദ്യ സന്ദർശനം കൂടിയാണെന്ന് പറയാം രാഷ്ട്രപതിയുടേത്. ഇന്നലെ വിവിധ മേഖലകളൊക്കെ തന്നെ രാഷ്ട്രപതി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇംഫാലിൽ ഒരു പൊതു പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ആക്രമണങ്ങൾ കാരണം വീട് നഷ്ടമായവരുമൊക്കെയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടിക്കാഴ്ച നടത്തിയത്. അവിടെയുള്ള കുട്ടികളുമൊക്കെയായി അവർ സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് രാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഈ ദുരിതബാധിതർക്കൊപ്പമാണ് താൻ ഉണ്ടാവുക എന്നവർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അവർക്ക് ആശ്വാസമാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ, അതായത് ഈ കുന്നിൻ ചെരുവുകളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിലും താഴ്വരകളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിലും ഈ കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രപതി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകണം എന്നൊരു ആവശ്യം തന്നെയാണ് രാഷ്ട്രപതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആക്രമണങ്ങളെ തുടർന്ന് മണിപ്പൂരിലെ ജനത അനുഭവിച്ച വേദന എന്താണ് എന്ന് തനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാമെന്നും മണിപ്പൂരിൽ വികസനങ്ങൾ എത്തിക്കുക, ഒപ്പം തന്നെ ജനങ്ങൾക്ക് അവരെ സന്തോഷത്തിലേക്ക് നയിക്കുക, സമൃദ്ധി കൊണ്ടുവരിക എന്നുള്ളതൊക്കെ തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്നും രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ട്. ഇന്നും വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി മണിപ്പൂരിൽ പങ്കെടുക്കും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.